പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് പണം അയക്കാൻ ഉപയോഗിക്കുന്ന പേടിഎം ആപ്പ് വഴി നമുക്ക് എങ്ങനെ മണി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും മുമ്പ് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ പേ വഴി എങ്ങനെയാണ് മണി ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് സാധാരണ നമ്മൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കും ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് പൈസ ഇതുവഴി സെൻഡ് ചെയ്യാവുന്നതാണ്, പണം അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് മണി ട്രാൻസ്ഫർ. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അക്കൗണ്ട് നമ്പറും IFSC കോഡും മാത്രം മതി അതിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പേടിഎം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പേടിഎം ഓപ്പൺ ചെയ്തു. ഇത് സാധാരണ 70% ആൾക്കാർക്കും അറിയാം കേട്ടോ, പക്ഷേ അറിയാത്ത ആൾക്കാർക്കാണ് വീഡിയോ. എന്തായാലും അറിയുന്ന ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ഇതിൽ നമുക്ക് 3-4 ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ബാങ്ക് ഓർ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ലാസ്റ്റ് കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അയക്കുന്ന ആളിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ അവർ ചോദിക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ബാങ്കിനായും അല്ലെങ്കിൽ IFSC കോഡാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തായാലും IFSC കോഡ് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു പേജ് ക്രിയേറ്റ് ആവും. അവിടെ നമുക്ക് ഇതുപോലെ സാധാരണ രീതിയിൽ നമുക്ക് നമ്പർ വെച്ച് നമ്മൾ സെൻഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ QR കോഡ് വെച്ച് സെൻഡ് ചെയ്യും പോലെ നമുക്കിത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ UPI കോഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സെൻഡ് ആവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരാളുടെ ബാങ്കിലേക്ക് നമുക്ക് പൈസ അക്കൗണ്ട് നമ്പർ വഴി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്പർ ഉപയോഗിച്ചും QR കോഡൊക്കെ ഉപയോഗിച്ച് സെൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാൾക്ക് സുഖമായിട്ട് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാറ്. എന്തായാലും ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഉപകാരം വരും. അത് അറിയാത്തവർക്ക് വളരെ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.